തെരുവുനായ ശല്യം പരിഹരിക്കാൻ ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങണമെന്ന് പി.ജെ. ജോസഫ് എം.എൽ.എ. കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷം നേടും. തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരായിരിക്കണം. തെരുവുനായ ശല്യം പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തമായി ഇടപെടണം. വന്യമൃഗശല്യവും രൂക്ഷമാണ്. ഈ വിഷയങ്ങളിലെല്ലാം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നവരായിരിക്കണം ജനപ്രതിനിധികളാകേണ്ടതെന്നും പി.ജെ. ജോസഫ് അഭിപ്രായപ്പെട്ടു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ പാർട്ടിയുടെ സീറ്റുകളിൽ മത്സരിക്കാൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ പാർട്ടി ചെയർമാൻ അഭിനന്ദിച്ചു. പുതുതായി പാർട്ടിയിലേക്ക് വന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് എ.ടി. പൗലോസ് അധ്യക്ഷത വഹിച്ച നേതൃയോഗം പി.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രി ടി.യു. കുരുവിള മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര, റോയിസ് കറിയ, സി.കെ. സത്യൻ, റാണിക്കുട്ടി ജോർജ്, ബാബു പോൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോർജ് അമ്പാട്ട്, ബിജു വെട്ടിക്കുഴ, ആന്റണി ഓലിയപ്പുറം, ജോജിസ് കറിയ, ജില്ലാ സെക്രട്ടറിമാരായ കെ.എം. എൽദോസ്, കെ.എം. ആന്റണി, കർഷക യൂണിയൻ നേതാക്കളായ ജോണി പുളിന്തടം, സജി തെക്കേക്കര, ജോസ് തുടുമേൽ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൽദോസ് വർഗീസ്, ജോസ് കവളമക്കൽ, വനിതാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിസി പോൾ, യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.